നമസ്കാരം. കേരള തീരത്തിന് സമീപത്തായി വീണ്ടും ചരക്ക് കപ്പൽ ദുരന്തം. കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പോയ ചരക്ക് കപ്പലിന് തീപിടിച്ചു. അഴിക്കലിനും ബേപ്പൂരിനും ഇടയ്ക്കുണ്ടായ തീപിടുത്തത്തിൽ 50 കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സംഭവം അറിഞ്ഞ് കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും വിമാനങ്ങളും രക്ഷാദൌത്യത്തിന് പുറപ്പെട്ടിട്ടുണ്ട്. കപ്പലിൽ 40ഓളം ജീവനക്കാർ ഉണ്ടെന്നാണ് വിവരങ്ങൾ. 650ഓളം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത്. അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് അപകടമുണ്ടായത്. കോഴിക്കോടിനും കണ്ണൂരിനും ഇടയിൽ പടിഞ്ഞാറൻ തീരമേഖല ഭാഗത്താണ് ഇന്ന് രാവിലെ അപകടമുണ്ടായതെന്നാണ് വിവരം. കോസ്റ്റ് ഗാർഡ് ഷിപ്പ് സംഭവ സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. എന്താണ് കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നത് എന്ന വിവരം പുറത്തു വന്നിട്ടില്ല. അപകടം അറിഞ്ഞ ഉടൻ കൊച്ചിയുടെ പുറംകടലിൽ ഉണ്ടായിരുന്ന നേവിയുടെ കപ്പലുകൾ രക്ഷാപ്രവർത്തനത്തിനായി തിരിച്ചു. സിംഗപ്പൂർ പതാകയുള്ള കാർഗോ ഫീഡർ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. കേരള തീരത്ത് നിന്നും 120 കിലോമീറ്റർ അകലെയായാണ് കപ്പലുണ്ടായത്. തീപിടുത്തമുണ്ടായതോടെ 18 ജീവനക്കാർ കപ്പലിൽ നിന്നും കടലിൽ ചാടിയെന്ന റിപ്പോർട്ടുകളുണ്ട്. 22 പേർ കപ്പലിൽ തന്നെ തുടരുന്നു എന്നാണ് വിവരം. അതേസമയം കൊച്ചി തീരത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കമ്പനിക്കെതിരെ ഉടൻ ക്രിമിനൽ കേസ് എടുക്കേണ്ടതില്ലെന്ന് സർക്കാർ തലത്തിൽ തീരുമാനം. നഷ്ടപരിഹാരം നേടുക എന്നതിനാണ് മുൻഗണന എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിനായിരിക്കണം നിലവിൽ പ്രാധാന്യം നൽകേണ്ടതെന്നുമാണ് സർക്കാർ തീരുമാനിച്ചത്. ഇത് ഇൻഷുറൻസ് ക്ലെയിമിന് സഹായകരമാകും. കഴിഞ്ഞ മാസം 29-ന് മുഖ്യമന്ത്രിക്കും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗും പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. യോഗവുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് പരാമർശം. MSC എൽസ കപ്പൽ കമ്പനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാന ഇടപാടുകാരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇൻഷുറൻസ് ഏജൻസി വഴി ക്ലെയിം തീർപ്പാക്കുന്നതിന് കേരളവുമായി സഹകരിക്കേണ്ടത് കമ്പനിയുടെ ആവശ്യമാണ്. കമ്പനിക്കെതിരെ ക്രിമിനൽ നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പേരുകേട്ട കമ്പനിയായ MSC വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രധാനപ്പെട്ട ഇടപാടുകാരാണ്. ഇവിടുത്തെ പ്രവർത്തനത്തിന് കമ്പനിക്ക് കേരളത്തിന്റെ സഹകരണം വേണം. ഇൻഷുറൻസ് ഏജൻസി വഴി ക്ലെയിം തീർപ്പാക്കുന്നതിൽ കേരളവുമായി സഹകരിക്കേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നാം ക്ലെയിം ഉന്നയിക്കണമെന്ന് കുറിപ്പിൽ പറയുന്നു. കപ്പൽ കമ്പനിക്കെതിരെ കേസെടുക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എന്തുകൊണ്ട് വൈകുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ അടക്കം ചോദ്യങ്ങൾക്കിടെയാണ് വിഴിഞ്ഞം തുറമുഖവുമായുള്ള കമ്പനിയുടെ അടുപ്പമടക്കം ചൂണ്ടിക്കാട്ടിയുള്ള സർക്കാർ കുറിപ്പ്. മെയ് 25-ന് കപ്പൽ മുങ്ങി 4-ാം ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് ശ്യാം ജഗന്നാഥനും തിരുവനന്തപുരത്ത് ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയത്. കണ്ടെയ്നറുകളും മുങ്ങിയ കപ്പലും കേരള തീരത്ത് കിടക്കുന്നത് വഴി ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന പരിസ്ഥിതി ആഘാതത്തിന് തത്തുല്യമായ നഷ്ടപരിഹാരം ഇൻഷുറൻസ് വഴി ലഭിക്കുമോ എന്ന വ്യക്തമല്ല. ഇൻഷുറൻസ് തുക പര്യാപ്തമാകാതെ വന്നാൽ പിന്നീട് കമ്പനിയുമായുള്ള നിയമ പോരാട്ടം എത്രത്തോളം സാധ്യമാണെന്ന ചോദ്യവുമുണ്ട്. അതേസമയം അപകടത്തിൽപ്പെട്ട ചെറുക്ക് കപ്പലിന്റെ ഇരുമ്പ് ഭാഗങ്ങൾ ഇന്നലെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്നു. പറയക്കടവിലുള്ള കാർത്തികേയൻ എന്ന ബോട്ടിന്റെ മത്സ്യത്തൊഴിലാളികൾക്കാണ് വലയെറിഞ്ഞപ്പോൾ ഇരുമ്പ് ഭാഗങ്ങൾ ലഭിച്ചത്. ഇവ കപ്പലിന്റെയോ കണ്ടെയ്നറിന്റെയോ ഭാഗങ്ങളാണെന്നാണ് സൂചന.